തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധിയിൽ ആരോഗ്യവകുപ്പിനെയും സർക്കാരിനെയും ഇതുവരെ കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഹസൻ. ബ്യൂറോക്രസിയുടെ മെല്ലപ്പോക്കിനെതിരെയാണ് പ്രതികരിച്ചത്. തനിക്കെതിരെ ശിക്ഷാ നടപടികൾ വരുമെന്ന് ഉറപ്പുണ്ട്. പ്രൊഫഷണൽ സൂയിസൈഡ് ഉണ്ടായപ്പോഴാണ് പ്രതികരിച്ചതെന്നും ഡോക്ടർ ഹാരിസ് ഹസൻ പറഞ്ഞു. മന്ത്രിസഭയെയോ ആരോഗ്യവകുപ്പ് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയെയോ ഇവരെയൊന്നും ആരോഗ്യ വകുപ്പിനെയോ ഒന്നും ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല. ബ്യൂറോക്രസിയെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഇന്നും ബ്യൂറോക്രസിയെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. എല്ലാ രീതികളിലും പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അതിലേക്ക് പോയത്. അതിന് ശിക്ഷാ നടപടികൾ വരും എന്നെനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുമുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്, ഞാൻ ഈ അഭിപ്രായങ്ങൾ പറയുമ്പോൾ എങ്കിലും കുറച്ചുപേരെങ്കിലും എതിർക്കും എന്നുള്ളതാണ്. ഇടതുപക്ഷ പാർട്ടികളിൽ നിന്നുൾപ്പെടെ എല്ലാവരും എന്നെ നേരിട്ട് വന്ന് കണ്ട് ഡോക്ടർ പറഞ്ഞത് ശരിയാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. കേരളത്തിലെ ആരോഗ്യരംഗത്തെ നെഗറ്റീവായി കാണിക്കാൻ ചില ശ്രമങ്ങൾ ബോധപൂർവമായി നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഡോക്ടറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ്. സംവിധാനത്തിൽ പിഴവുകൾ ഉണ്ടെങ്കിൽ അത് പറയണം, ഇല്ലെങ്കിൽ അത് നമ്മുടെ തൊഴിലിൽ നമ്മൾ തന്നെ ആ തൊഴിലിനെ ഇല്ലാതാക്കുന്ന ഒരു രീതിയിലേക്ക് പോകും. ആ ഒരു സാഹചര്യത്തിലാണ് ഇത് പറഞ്ഞതെന്നാണല്ലോ ഡോക്ടറിന്റെ ഒരു വിശദീകരണം. തീർച്ചയായും ഡോക്ടർ മറ്റ് ഗത്യന്തരമില്ലാതെ ബ്യൂറോക്രസിയുടെ ഈ നടപടിക്രമങ്ങളിലെ പ്രശ്നങ്ങളാണ് താൻ തുറന്നു പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് ഡോക്ടർ ഹാരിസ് ഹസൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്, തുറന്നു പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങളെ അദ്ദേഹം ഉൾക്കൊള്ളുകയാണ്. അദ്ദേഹം നടപടി വരുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഇത് പറയേണ്ടി വന്ന സാഹചര്യം അത്രത്തോളം ഗുരുതരമായ സാഹചര്യമായതുകൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും മുഖ്യമന്ത്രി തന്നെ ഒരു ഗുരുവായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിന് വിമർശിക്കാനും എല്ലാം ഉള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ താൻ അത് ഉൾക്കൊള്ളുന്നു. അതേസമയം താൻ ഒരു പ്രൊഫഷണൽ സൂയിസൈഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം, അദ്ദേഹം പ്രൊഫഷണൽ സൂയിസൈഡ് എന്നാണ് അതിനെ പറ്റി താൻ ഈ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ എഴുതാവുന്ന സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ആ ഒരു സാഹചര്യം എത്തിപ്പെട്ടതാണ്. താൻ പല ഘട്ടങ്ങളിലും പല ആളുകളെയും സമീപിച്ച് ഇതുമായി ബന്ധപ്പെട്ട പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ അപ്പോഴൊന്നും പരിഹാരമുണ്ടായില്ല. ഒടുവിൽ തൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്ന് 3 ദിവസം കൊണ്ട് അതിന് പരിഹാരമുണ്ടായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ താൻ ഒരു ഇരയാക്കപ്പെട്ടോ അല്ലെങ്കിൽ താൻ അതിന് തയ്യാറായത് കൊണ്ടല്ലേ ഈ 3 ദിവസം കൊണ്ട് ഈ പരിഹാരം കണ്ടത്. ഒരുപക്ഷെ ഇത് 2 മാസം മുൻപ് താൻ അപേക്ഷ കൊടുത്തപ്പോഴെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരമൊരു പ്രൊഫഷണൽ സൂയിസൈഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല ആയിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും ഇന്ന് വിദഗ്ധ സമിതി, ഈ ഡോക്ടർ ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഇന്നോ നാളെയോ സർക്കാരിന് സമർപ്പിക്കും. പ്രാഥമികമായി ഇത്തരത്തിൽ മെഡിക്കൽ കോളേജുകളിലെ സാധനങ്ങൾ വാങ്ങുന്നത്, പ്രത്യേകിച്ച് അടിയന്തര സാഹചര്യത്തിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അടക്കം വാങ്ങുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ അതെങ്ങനെ ലഘൂകരിക്കാം എന്നുള്ളതാണ് പ്രധാനമായി വിദഗ്ധ സമിതി പരിശോധിക്കുന്നത്. ഒപ്പം ഹാരിസിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തലത്തിൽ, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ മനസ്സിലാക്കുന്നത് ഡോക്ടർ ഹാരിസ് ഹസനെതിരെ അച്ചടക്ക നടപടി വരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ്. അദ്ദേഹത്തിന് വലിയ പിന്തുണയുണ്ട് പൊതുസമൂഹത്തിൽ നിന്നും മറ്റ് CPM നേതാക്കളിൽ നിന്നും അടക്കം പിന്തുണയുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു അച്ചടക്ക നടപടിയിലേക്ക് പോകാൻ സാധ്യതയില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ നടപടിക്രമങ്ങൾ, അതായത് അടിയന്തര സാഹചര്യത്തിൽ സാധനങ്ങൾ വാങ്ങുക, ഒപ്പം ജീവൻ രക്ഷാ ഉപകരണങ്ങൾ വാങ്ങുക തുടങ്ങിയ കാര്യത്തിലെല്ലാം നടപടിക്രമങ്ങൾ കൂടുതൽ ലഘൂകരിച്ച് നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കാനുള്ള ശുപാർശകൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ക്രിസ്റ്റീന. ഉമേഷ് തുടരുക. ഉമേഷ്, ഒരു വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഈ കേരള സർവകലാശാലയിലെ ഭാരതാംബ ചിത്രവിവാദത്തിൽ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്ന് ഇടത് അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. വൈസ് ചാൻസലർക്ക് അതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകുകയും ചെയ്തു. അതിന്റെ വിവരങ്ങൾ കൂടി പറയൂ. ഭാരതാംബ ചിത്രവിവാദത്തിൽ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ രജിസ്ട്രാർ പോര് ഒരു ഭാഗത്ത് രൂക്ഷമാകുമ്പോഴാണ് സിൻഡിക്കേറ്റ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഇത്തരത്തിൽ വൈസ് ചാൻസലർ രജിസ്ട്രാർക്കെതിരെ ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. വൈസ് ചാൻസലറുടെ നടപടി കൂടുതൽ അന്വേഷണം വേണം, അതിൽ ഏകപക്ഷീയമായ നടപടിയുണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രജിസ്ട്രാർക്കെതിരെയാണ് വൈസ് ചാൻസലർ റിപ്പോർട്ട് ഗവർണർക്ക് നൽകിയത്. ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും ഗുരുതര പ്രശ്നങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടാകുമ്പോൾ അവിടെ സിൻഡിക്കേറ്റാണ് ഒരു ഭരണത്തിൽ തന്നെ ഒരു അന്തിമ അതോറിറ്റി എന്ന് പറയുന്നത്. പക്ഷേ സിൻഡിക്കേറ്റ് വിളിച്ചു ചേർക്കാതെ ഏകപക്ഷീയമായി VC നടപടിയുമായി മുന്നോട്ട് പോകുന്നു. അത് അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ രജിസ്ട്രാറെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന രീതി അതും അംഗീകരിക്കാൻ കഴിയില്ല. ഈ സാഹചര്യങ്ങളെല്ലാം അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് ചർച്ച ചെയ്യണമെന്നാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യം. ഇടത് സിൻഡിക്കേറ്റ് അംഗമാണ് ഇത്തരമൊരു കത്ത് വൈസ് ചാൻസലർക്ക് കൊടുത്തിരിക്കുന്നത്. ഇന്ന് 10 മണിയോടുകൂടി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ
വൈസ് ചാൻസലർക്ക് ഒറ്റയ്ക്ക് കഴിയില്ല. അത് സിൻഡിക്കേറ്റിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കുക എന്നുള്ളതാണ് വൈസ് ചാൻസലറുടെ ചുമതല. അതുകൊണ്ട് തന്നെ വൈസ് ചാൻസലർ ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയ നടപടി ശരിയായില്ല. സിൻഡിക്കേറ്റുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമേ അത്തരത്തിലുള്ള നിർണായകമായ നിർദ്ദേശങ്ങളോ നടപടികളോ എടുക്കാൻ കഴിയൂ. ആ സാഹചര്യത്തിലാണ് സിൻഡിക്കേറ്റ് ഇത്തരത്തിൽ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് കത്ത് നൽകിയിരിക്കുന്നത്. ക്രിസ്റ്റീന, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ഉമേഷ് ബാലകൃഷ്ണനാണ്.